സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ അവസരങ്ങൾ അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ പോലെയുള്ള ഒരുപാട് താരങ്ങൾ മറ്റു രാജ്യത്തേക്ക് ചേക്കേറാറുണ്ട്. മറ്റു രാജ്യക്കാർ രണ്ടു കൈ നീട്ടിയാണ് ഇന്ത്യക്കാരെ സ്വീകരിക്കാറ്. അതുകൊണ്ട് തന്നെ സഞ്ജുവും ഇന്ത്യ വിടണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജുവിനെ ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ത്യൻ മാനേജ്മെന്റ് സഞ്ജുവിന് അവസരം കൊടുക്കില്ല. അവർക്ക് ഫേവറേറ്റായ കളിക്കാരെ മാത്രമേ അവർ പരിഗണിക്കൂ. മലയാളി ആയതുകൊണ്ടായിരിക്കാം സഞ്ജുവിനെ ഇങ്ങനെ തഴയുന്നത്. ഇപ്പോൾ ഇതാ സഞ്ജു ഇന്ത്യ വിടാൻ പോവുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സഞ്ജുവിന് അയർലൻഡ് ടീമിൽ നിന്ന് ഓഫർ വന്നിരിക്കുകയാണ്. സഞ്ജുവിന് ഇതിനു മുന്നേയും പല ടീമിൽ നിന്നും ഓഫർ വന്നിട്ടുണ്ട്. സിംബാബ്വെ, അമേരിക്ക പോലുള്ള ടീമുകൾ സഞ്ജുവിനെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ സഞ്ജു പോകാറില്ല. എന്നാൽ ഇപ്പോൾ അവസാനം ദുലീപ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജുവിനെ എടുത്തിട്ടില്ല. സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചു എന്നാണ് ആരാധകർ പറയുന്നത്. BCCIക്ക് ഇനി സഞ്ജുവിനെ ആവശ്യമില്ല. T20യിൽ സഞ്ജു ഫ്ലോപ്പ് ആയപ്പോൾ സഞ്ജുവിനെ മുഴുവനായിട്ടും അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇനി സഞ്ജുവിനെ എടുക്കുമോ എന്നത് വ്യക്തമല്ല. അതുകൊണ്ട് അയർലൻഡിൽ നിന്ന് ഓഫർ വന്നപ്പോൾ സഞ്ജുവിനോട് അങ്ങോട്ട് പോകാനാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല. സഞ്ജുവിനെ വലിയ ഓഫറുകൾ നീട്ടി ഒരുപാട് രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. സഞ്ജുവിന്റെ പ്രതിഭ എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ BCCIക്ക് സഞ്ജുവിനെ ആവശ്യമില്ല. സഞ്ജു അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ചിട്ടും താരത്തെ പിന്നീട് ടീമിലേക്ക് എടുത്തിട്ടില്ല. സഞ്ജു മാത്രമല്ല, ഇതിനു മുന്നേയും ഒരുപാട് താരങ്ങളെ BCCI തഴഞ്ഞിട്ടുണ്ട്. കരുൺ നായർ ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചു, എന്നിട്ടും താരത്തെ ഒഴിവാക്കി. അതുപോലെ ഒരുപാട് ഉദാഹരണമാണ് നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നത്. സഞ്ജുവിനെ BCCIക്ക് ഇഷ്ടമല്ല. ഋഷഭ് പന്ത് എത്ര ഫ്ലോപ്പ് ആയാലും താരത്തിന് അവസരം കൊടുക്കും. മലയാളികളോട് മാത്രമാണ് ഇതുപോലത്തെ പ്രവൃത്തി BCCI കാണിക്കുന്നത്. അപ്പോൾ സഞ്ജു അയർലൻഡിന്റെ ഓഫർ സ്വീകരിച്ച് പോകണമോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.